പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഉണ്ണീസ്. വ്യത്യസ്തമായ വീഡിയോസുകളാണ് ഇതിനകത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള ബെൽ ഐക്കോണിൽ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഉണ്ണേട്ടാ. ഹായ്. എങ്ങനെയാണ് ഉണ്ണേട്ടാ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം കുടുംബത്തോടും എന്റെ സഹജീവികളോടും ഒക്കെ സന്തോഷകരമായിട്ട് ബന്ധപ്പെട്ടു പോകാനൊക്കെ എങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തില് രാജേഷ് ഏട്ടാ, സന്തോഷം ഒരു സാധാരണ മനുഷ്യന് എന്നെ പോലുള്ള സാധാരണ മനുഷ്യന് ഫുൾ ടൈം 24 മണിക്കൂറും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. സ്ഥായിയായിട്ട് ഇങ്ങനെ ഫുൾ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, രാജേഷ് ഏട്ടൻ ഇന്ന് എന്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതേസമയം രാജേഷ് ഏട്ടൻ ഇന്ന് ഇവിടുന്ന് സംസാരിച്ച് എന്റെ അടുത്തുനിന്ന് പോകുമ്പോൾ അതിന്റെ വേവ് കുറയും, അതിന്റെ സന്തോഷത്തിന്റെ വേവ് കുറയും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ബമ്പർ ലോട്ടറി അടിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ. ഒരു ബമ്പർ ലോട്ടറി അടിച്ചാൽ അത് മറ്റ് ബിസിനസ്സുകളിലൂടെയും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകുമ്പോൾ നമുക്ക് ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ഒന്നും കൂടെ പറയും, നമ്മളൊരു പുതിയ കാർ എടുക്കാൻ പോകുമ്പോൾ ഞാനും വൈഫും കൂടെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളൊരു പുതിയ കാർ എടുക്കാൻ ഷോപ്പിൽ പോയി. പുതിയ കാർ എടുത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ, ഭയങ്കര സന്തോഷമായിരിക്കും. പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ആ കാർ വിൽക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ സന്തോഷം എന്ന് പറയുന്ന കാര്യം ഒരു സാധാരണ മനുഷ്യന് എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റുന്ന ഒന്നല്ല. പക്ഷേ ആനന്ദം അങ്ങനെയല്ല. ആനന്ദം നമുക്ക് ഇങ്ങനെ സ്ഥായിയായി നിലനിർത്താനായിട്ട് പറ്റും. അപ്പൊ സന്തോഷം 100% നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധാരണ മനുഷ്യന് സാധിക്കില്ല. പക്ഷെ ആനന്ദകരമായൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റും. അപ്പൊ ആനന്ദകരമായൊരു ജീവിതം നയിക്കാനായിട്ട് എന്ത് ചെയ്യണം?